കെ.എം. മാണി നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് ഭാവി കേരളത്തെ എങ്ങനെ ബാധിക്കും? ഗുണദോഷ സമ്മിശ്രമായ ബജറ്റാണ് കെ.എം. മാണി നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യുന്ന നിർദ്ദേശങ്ങൾ ബജറ്റിലുണ്ട്. വിശേഷിച്ചും നെൽകൃഷി മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഊന്നൽ നൽകുന്നു. സംസ്ഥാനം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകരുതെന്ന കാഴ്ചപ്പാട് ബജറ്റിൽ പ്രകടമാകുന്നുണ്ട്. വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾക്കോ വിവാദങ്ങൾക്കോ ഇടം നൽകാത്ത ബജറ്റാണ് ധനമന്ത്രി കെ.എം. മാണി നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് പ്രമുഖർ തന്നെ വിലയിരുത്തുന്നു. എന്നാൽ പെൻഷൻ പ്രായം ഉയർത്താനുള്ള തീരുമാനം വൻപിച്ച യുവജന പ്രക്ഷോഭങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് ഇപ്പോഴത്തെ സാമ്പിൾ വെടിക്കെട്ടുകളിലൂടെ വ്യക്തമാകുന്നത്. ഇതോടൊപ്പം കാര്യമായ ആയുസില്ലാത്തതെങ്കിലും ബജറ്റ് നിർദ്ദേശം ചോർന്നതായി ആരോപിച്ചുണ്ടായ വിവാദവും ശ്രദ്ധേയമാണ്. ആര് ബജറ്റ് അവതരിപ്പിച്ചാലും അവർ ലക്ഷ്യമാക്കേണ്ടത് സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനവും സാധാരണക്കാരന്റെയും പാവപ്പെട്ടവന്റെയും മോചനവും ഉയർച്ചയുമായിരിക്കണം. കൃഷിക്കും പിന്നോക്ക മേഖലകളുടെയും പിന്നോക്ക ജനവിഭാഗങ്ങളുടെയും ഗ്രാമീണ മേഖലകളുടെയും ഉന്നമനത്തിന് ഉപകരിക്കുന്നതാകണം ഓരോ ബജറ്റുകളും. ക്ഷേമ പെൻഷനുകളെല്ലാം വർദ്ധിപ്പിച്ചത് തീർത്തും അഭിനന്ദനാർഹമാണ്. കശുവണ്ടി മേഖലയ്ക്ക് 65 കോടി അനുവദിച്ചത് ദേശിംഗനാടിന് ആശ്വാസം തന്നെ. സാധാരണക്കാരനെ ബാധിക്കാത്ത നികുതി വർധനവ് ലക്ഷ്യമാക്കിയുള്ളതാകണം ബജറ്റ്. ആര് ഏത് കാലഘട്ടത്തിൽ ബജറ്റ് അവതരിപ്പിച്ചാലും ഇത്തരം മാനുഷിക നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടാൽ അത് ഒരു ജനകീയ ബജറ്റായി ചരിത്രം വിധിയെഴുതും. നിരാശാജനകമായ ബജറ്റാണ് കെ.എം. മാണിയുടേതെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ. രാജഗോപാൽ പറഞ്ഞു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ബജറ്റ് മത്സ്യബന്ധന മേഖലയെ പൂർണ്ണമായി അവഗണിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പത്തനാപുരം നിയോജക മണ്ഡലത്തെ അവഗണിച്ചതായി CPM ഏരിയ സെക്രട്ടറി B. അജയ്കുമാർ പറഞ്ഞു. കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും ജനക്ഷേമകരമായ ബജറ്റായി ധനമന്ത്രി കെ.എം. മാണിയുടെ ബജറ്റ് വിലയിരുത്തപ്പെടുമെന്ന് DCC ജനറൽ സെക്രട്ടറി CR നജീബ് പറഞ്ഞു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി ലഭ്യമാക്കുന്ന ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് KLDC ചെയർമാൻ ബെന്നി കക്കാട് പറഞ്ഞു. രോഗികൾക്കും വൃദ്ധർക്കും ആശാപ്രവർത്തകർക്കും പ്രീ പ്രൈമറി അധ്യാപകർക്കും ആയമാർക്കും ഉൾപ്പെടെ അവശ്യ ജനവിഭാഗങ്ങളുടെ ബജറ്റാണ് മന്ത്രി കെ.എം. മാണിയുടേതെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ ഉള്ളവർക്കിടയിൽ നിന്ന് സമ്മിശ്രമായ പ്രതികരണമാണ് ബജറ്റിനെ പറ്റി ഉയർന്നുകേട്ടത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.